സർ, ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ കർക്കിടകത്തിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളെ പറ്റിയൊക്കെ സർ ഒത്തിരി വിശദീകരിച്ചു. ഇനി വീട്ടിലാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ച് ഭക്ഷണങ്ങളിലും ബാക്കി ചര്യകളിലൊക്കെ എന്തൊക്കെയാ കർക്കിടകത്തിൽ പ്രത്യേകമായിട്ട് നോക്കേണ്ടത്? ഓക്കെ, ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം ഇനി അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും പരമാവധി ചൂടുവെള്ളം കുടിക്കുക, വളരെ ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കും. ഇപ്പൊ വെള്ളം തിളപ്പിക്കുമ്പോൾ ഒക്കെ തന്നെയാണെങ്കിലും ജീരകമോ അയമോദകമോ പോലുള്ള സംഗതികൾ ഇട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ദഹനത്തിനും വായുക്ഷോഭത്തിനൊക്കെ പറ്റുമെങ്കിൽ എല്ലാവരും കർക്കിടക സമയത്ത് കർക്കിടക കഞ്ഞി ശീലമാക്കാൻ ശ്രമിക്കുക. അത് വളരെയധികം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നല്ല ഫങ്ഷണൽ ഫുഡാണ്. അപ്പൊ നമുക്ക് ദഹനത്തിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ചര്യകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും പരമാവധി 7 മണിയോടുകൂടി അത്താഴം കഴിക്കുക, 10 മണിയോടുകൂടി കിടക്കാൻ ശ്രമിക്കുക, ഉറക്കം നല്ല രീതിയിൽ കിട്ടണം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ബാക്കി പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് കഴുത്തിന് കീഴ്പോട്ടേക്ക് ചൂടുവെള്ളവും തലയ്ക്ക് എപ്പോഴും നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളവും ഉപയോഗിക്കണം. അപ്പം ഇത് ഒരു പരിധി വരെയൊക്കെ നമ്മളുടെ അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്.